നല്ലവനും നമ്മുടെ ശരണവും ആയതായ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. നാഗും 1:7 ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ നല്ലവനും കഷ്ടകാലങ്ങളിൽ ശരണവും ആകുന്നു, തങ്ങളിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നുണ്ട്. എന്റെ പ്രിയരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വ്യക്തമായി പറയുന്ന കാര്യം എന്തുവെങ്കിൽ, അവൻ നല്ലവനായി ഉള്ളത് കൊണ്ട് നല്ലവനായ ദൈവം നിങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ശരണം ആകുന്നു. അവനിൽ നാം ശരണം പ്രാപിക്കുമ്പോൾ അവൻ നമ്മെ ഒരിക്കലും കൈവിടാത്തവനായിട്ടുണ്ട്. എപ്പോഴെല്ലാം നമ്മുടെ കഷ്ടം വരുന്നുണ്ടോ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തിൽ ശരണം പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തുവാ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്? നമ്മോട് കൂടെ വാഗ്ദാനം ചെയ്തവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് കൂടെ ഉണ്ടായിരുന്നവർ നമ്മെ വിട്ട് മാറിപ്പോകുന്നുണ്ട്, നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ എന്റെ പ്രിയനെ, കഷ്ടം വരുമ്പോൾ നമ്മെ വിട്ട് എല്ലാവരും പിരിഞ്ഞു പോകും. എന്നാൽ കർത്താവ് നമ്മെ ഒരിക്കലും വിട്ട് മാറാത്തവൻ. കാരണം അവൻ കഷ്ടകാലത്ത് നമ്മുടെ അഭയ കേന്ദ്രമാണ്. നാം ശരണം അവനിൽ പ്രാപിക്കുമ്പോൾ അവൻ തന്നിൽ ശരണം പ്രാപിക്കുന്നവൻ ഇന്നാർ എന്ന് അവൻ അറിയുന്നത് കൊണ്ട്, നമ്മെ കുറിച്ച് ദൈവം അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് നാം അവനിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളുടെ മധ്യയിലും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്ന ദൈവം. എങ്ങനത്തെ അവസ്ഥയാകട്ടെ, നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്ന കാര്യം എന്തുവെങ്കിൽ, കഷ്ടപ്പാടിന്റെ കാലങ്ങളിൽ എന്തുവാ ചെയ്ത് അവൻ ഓടി വന്ന് അവരോട് കൂടെ ഇരുന്നു എന്ന വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. യോസേപ്പ് കാരാഗ്രഹത്തിൽ കഷ്ടപ്പെട്ട് കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. തീച്ചൂളയുടെ മധ്യയില് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ കഷ്ടപ്പെട്ട്, എന്നാൽ കർത്താവ് തീച്ചൂളയുടെ മധ്യയില് അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ കാണാം. എന്റെ പ്രിയരെ, എവിടെല്ലാം തന്റെ മക്കൾ കഷ്ടപ്പെടുന്നുണ്ടോ അവിടെല്ലാം നമ്മുടെ ദൈവം അവരോട് കൂടെ ഉണ്ടായിരിക്കുന്നുണ്ട്. കാരണം അവരിൽ ആശ്രയിക്കുന്നവന് അവൻ അറിയുന്നതായ ദൈവം, അറിയുന്ന ദൈവം മാത്രമല്ല, കഷ്ടകാലങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുന്നതായ ദൈവമായിട്ട് അവൻ ഉണ്ട്. എന്റെ പ്രിയരെ, ഇന്ന് നിങ്ങളെ എങ്ങനത്തെ അവസ്ഥയിലുണ്ട്? പലപ്പോഴും ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? അയ്യോ, ഈ കൊറോണ കാലങ്ങളിൽ ആരും എന്റെ അടുക്കിൽ വരുന്നില്ല, ഞാൻ തനിച്ചുണ്ട്, ഞാൻ സങ്കടത്തോടുണ്ട്, എനിക്ക് സഹായിക്കുവാൻ, എനിക്ക് ആശ്വാസം നൽകുവാൻ, എനിക്ക് കൂട്ടായിരിക്കുവാൻ ആരും ഇല്ല എന്ന് വിഷമിക്കുന്നുണ്ടോ? എന്റെ പ്രിയരെ, ഇന്ന് നിങ്ങളോട് കൂടെ ദൈവ ആത്മാവ് വ്യക്തമായി പറയുന്ന കാര്യം എന്തുവെങ്കിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ മധ്യയില്, നമ്മുടെ കഷ്ടതയുടെ മധ്യയില് അവൻ ഒരിക്കലും നമ്മെ വിട്ട് മാറിപ്പോകാതവൻ, അവൻ നീങ്ങിപ്പോകാതവൻ, എല്ലാം എപ്പോഴും നമ്മോട് കൂടെ ഉള്ള ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ സങ്കേതവും അവൻ നമ്മുടെ ഉറപ്പായ പാറയും ആയതുകൊണ്ട്, അവനിൽ നാം ഇരിക്കുമ്പോൾ അവൻ നമ്മെ അറിയുന്ന ദൈവം, അവൻ നമ്മെ അറിഞ്ഞതുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ അറിഞ്ഞതുകൊണ്ട് നമ്മെ വിടുവിക്കുന്ന ദൈവമായി, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമായി, തടസ്സങ്ങൾ മാറ്റുന്ന ദൈവമായി നമ്മുടെ മധ്യയിൽ വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരെ, നിങ്ങൾ വിഷമിക്കേണ്ട. അവൻ നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. നിങ്ങളെ വിട്ട് അവൻ ഒരിക്കലും നീങ്ങിപ്പോകത്തില്ല. എല്ലാം എപ്പോഴും യാതൊരു സാഹചര്യങ്ങൾ മധ്യയിലും ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമ്മെ സ്നേഹിച്ചവർ പോലും നമ്മോട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എന്നാൽ അപ്പച്ചൻ അങ്ങനല്ല. എങ്ങനത്തെ അവസ്ഥ ആനാലും, അത് വെള്ളമാകട്ടെ, വെള്ളത്തിന്റെ അനുഭവമാകട്ടെ, നീ വെള്ളത്തിൽ കൂടി കടന്നു പോയാലും, തീയിൽ കൂടി കടന്നു പോയാലും മുങ്ങിപ്പോകാതെ, വെന്തു പോകാതെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവമായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ രോഗക്കിടക്കയിൽ നിങ്ങൾ ഉണ്ടോ? കടംഭാരത്തോട് നിങ്ങൾ ഉണ്ടോ? ബുദ്ധിമുട്ടുകളുടെ മധ്യയില് കണ്ണുനീരുടെ താഴ്വരയില ഉണ്ടോ? നിങ്ങൾ യാതൊരു അവസ്ഥയിലായിരുന്നാലും അപ്പച്ചൻ നിങ്ങളോട് ഇന്ന് പറയുന്ന കാര്യം, നിങ്ങൾക്ക് തരുന്നതായ വാഗ്ദത്തം, എവിടെ യാതൊരു സാഹചര്യത്തിലും ഞാൻ എന്നോട് കൂടെ ഉണ്ട്, എന്നിൽ നീ ആശ്രയിക്കുന്നത് കൊണ്ട്
ഞാൻ നിന്നെ അറിയുന്ന ദൈവം മാത്രമല്ല, നിന്റെ കഷ്ടകാലത്ത് ഞാൻ നിനക്ക് ഉദവി ചെയ്യുവാൻ, സഹായിക്കുവാൻ ഓടിയെത്തുന്ന ദൈവം എന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ അവൻ തീർച്ചയായും നമ്മെ നടത്തുന്ന ദൈവം, തീർച്ചയായും നമ്മെ പുലർത്തുന്ന ദൈവമായി അവൻ ഉണ്ട്. അവന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നല്ല കർത്താവേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടകാലങ്ങളിൽ, ബുദ്ധിമുട്ടുകളുടെ മധ്യയിലെ, നിരാശകളുടെ മധ്യയിലെ, കൈപ്പിന്റെ അനുഭവങ്ങളിൽ കൂടി ഞങ്ങൾ കിടക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ രോഗക്കിടക്കയില് ഞങ്ങൾക്ക് സഹായിക്കുവാൻ ആരുമില്ല. എന്നാൽ നീ കർത്താവെ ഞങ്ങളെ അറിയുന്ന ദൈവം മാത്രമല്ല, ഞങ്ങളെ സഹായിക്കുന്ന ദൈവമായി, വിടുവിക്കുന്ന ദൈവമായിട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളെ താഴ്ത്തി തിരുക്കരങ്ങളിൽ തരണേ. ദൈവമേ, നീ വിടുവിക്കണേ, അത്ഭുതം പ്രവർത്തിക്കണേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.